കുട്ടൻ്റെ സമയനിഷ്ഠ. ഒരു പട്ടണത്തിൽ കുട്ടൻ എന്നൊരു കുട്ടിയുണ്ടായിരുന്നു. അവൻ എന്നും വൈകിയാണ് ഉണരുക. കുളിക്കാനും ഉണ്ണാനും സ്കൂളിൽ പോകാനും അവൻ എന്നും വൈകും. സ്കൂളിൽ വൈകിയെത്തുന്നത് അധ്യാപകർ അവനെ വഴക്കു പറയുക പതിവായി. അമ്മയും അച്ഛനും ശകാരിച്ചിട്ടും കുട്ടൻ്റെ ദുശീലം മാറിയില്ല. അങ്ങനെയിരിക്കെ സ്കൂളിൽ നിന്ന് മൈസൂർക്ക് ഒരു വിനോദയാത്ര പരിപാടിയിട്ടു. അതിന് കുട്ടനും പേര് കൊടുത്തു. കുട്ട, നേരത്തെ വരണം കേട്ടോ, ഇല്ലെങ്കിൽ നിന്നെ കൂട്ടാതെ ഞങ്ങൾ ടൂർ നടത്തും, അധ്യാപകൻ കുട്ടനോട് പറഞ്ഞു. പക്ഷേ കുട്ടൻ പതിവ് പോലെ ടൂറിൻ്റെ ദിവസം നേരം വൈകിയാണ് ഉണർന്നത്. കുളിയും മൂണും കഴിഞ്ഞപ്പോൾ മണി 8 ആയി. 8 മണിക്ക് കുട്ടികളെല്ലാം സ്കൂളിൽ എത്തണമെന്ന് പറഞ്ഞിരുന്നതാണ്. കുട്ടൻ 8:15 സ്കൂളിലെത്തി. പക്ഷേ സ്കൂളിൽ ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവരും സ്പെഷ്യൽ ബസ് കയറി മൈസൂർക്ക് തിരിച്ചു കഴിഞ്ഞിരുന്നു. നേരം വൈകിയ നഷ്ടം കുട്ടൻ അപ്പോൾ മനസ്സിലാക്കി. അവൻ കരഞ്ഞുകൊണ്ട് വീട്ടിൽ മടങ്ങിയെത്തി. നേരത്തെ എഴുന്നേൽക്കാത്തത് കൊണ്ടാണ് ടൂർ നഷ്ടമായതെന്ന് അമ്മ അവനോട് പറഞ്ഞു. അന്നു മുതൽ നേരത്തെ എണീക്കാൻ കുട്ടൻ തീരുമാനിച്ചു. കൃത്യം 5:30 പിറ്റേന്ന് കുട്ടൻ എഴുന്നേറ്റു. അത് ശീലമാക്കി. ഇന്ന് കുട്ടൻ വളരെ കൃത്യനിഷ്ഠയുള്ള കുട്ടിയാണ്. കൂട്ടുകാരെ, കൃത്യനിഷ്ഠയുള്ള ജീവിതം നയിക്കാൻ നിങ്ങളും ശ്രദ്ധിക്കണേ.